ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തിരിച്ചടിക്കേണ്ട സമയം ഏതാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അർച്ചന ആ കുഞ്ഞുമായി നെല്ലിശ്ശേരിയിൽ എത്തുന്ന ദിവസം അന്നായിരിക്കും നമ്മുടെ ഇനിയുള്ള യുദ്ധത്തിന്റെ തുടക്കം കുറിക്കുന്നത്. അർച്ചന നെല്ലിശ്ശേരിയിലേക്കാണോ അത് അർച്ചനയുടെ വീട്ടിലേക്കാണോ പോകുന്നത്? അർച്ചനയുടെ വീട്ടിലേക്കാ പോകുന്നേ. അർച്ചനയുടെ അമ്മയോടും അച്ഛനോടും ഈ കാര്യം സച്ചു പറഞ്ഞു മനസ്സിലാക്കണം. സത്യം പറഞ്ഞ ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാ അർച്ചനയും കുഞ്ഞിനെയും നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയത്. മരണത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് ആ 2 ജീവനും തിരിച്ചു കൊണ്ടുവന്നത്. എനിക്ക് അറിയാം ഡോക്ടർ, എന്റെ അർച്ചന മരിച്ചുപോയെന്ന് ഞാൻ കരുതിയത്. എന്നിട്ടും ദൈവം അവളെ എനിക്ക് തിരിച്ചു തന്നു. അവളുടെ കാര്യത്തിൽ ഞാൻ ഒരു കുറവും വരുത്തില്ല. സച്ചി അർച്ചനയെ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ അതല്ല ഇവിടെ പ്രശ്നം. കുറച്ചു നാളത്തേക്ക് ഒരു രോഗിയാണെന്ന മട്ടിലുള്ള ശ്രദ്ധ തന്നെ അർച്ചനയ്ക്ക് കൊടുക്കണം. പിന്നെ കുഞ്ഞിന്റെ കാര്യം. കുഞ്ഞിനെ അർച്ചനയുടെ കൂടെ കിടത്താൻ പറ്റുമോ? കുഞ്ഞിനെ കൂടെ കിടത്തുന്നതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ പുറത്തു നിന്നുള്ള വിസിറ്റേഴ്സും ബന്ധുക്കളും ഒക്കെ വരുമ്പോ ശ്രദ്ധിക്കണം. മറ്റാരും കുറച്ചു നാളത്തേക്ക് കുഞ്ഞിനെ എടുക്കാൻ പാടില്ല. ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇൻ ഫ്യൂച്ചർ കുഞ്ഞിന് ചിലപ്പോ മറ്റെന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതെല്ലാം ഞാൻ ശ്രദ്ധിച്ചോളാം ഡോക്ടർ. എന്റെ ഇത്രയും നാളത്തെ കരിയറില് ഇതുപോലെ മരണത്തിൽ നിന്നും തിരിച്ചുകൊണ്ടുവന്ന ഒരു അമ്മയും കുഞ്ഞും വേറെ ഉണ്ടായിട്ടില്ല. ആ 2 ജീവനും അത്രമാത്രം വിലപ്പെട്ടതാ. അതുകൊണ്ടാ ഞാൻ സച്ചിയുടെ ഈ കാര്യങ്ങൾ പറയുന്നത്. എനിക്ക് എല്ലാം മനസ്സിലായി ഡോക്ടർ, ഞാൻ നോക്കിക്കോളാം. സത്യാണോ സച്ചേട്ടാ? ഡോക്ടർ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. അടുത്ത ദിവസം മുതൽ തനിക്കും നമ്മുടെ കുഞ്ഞിനും ബ്രസ്റ്റിംഗ് ഫീഡ് തുടങ്ങാം. എന്റെ ഈശ്വര, എന്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ പറ്റുമെന്ന് പോലും ഞാൻ വിചാരിച്ചതല്ല. ഇപ്പോ അവക്ക് പാല് കൊടുക്കാന്ന്. എന്തൊക്കെ മാറ്റങ്ങളല്ലേ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്. എന്റെ ദൈവമേ, ഈ സന്തോഷം നീ എനിക്ക് തന്നല്ലോ. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അല്ല, അമിതമായിട്ട് സന്തോഷിക്കാൻ വരട്ടെ. അതെന്താ? അടുത്ത 6 മാസം തനിക്ക് ബെഡ് റെസ്റ്റ് തന്നെയാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അത്രയധികം സൂക്ഷിക്കണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ എല്ലാ ഡോക്ടേഴ്സും പറയുന്നത് തന്നെയാ. സർജറി ആയതുകൊണ്ട് ഒരു 3 മാസം വരെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്നാലേ ഇത് അങ്ങനെയല്ല. അടുത്ത 6 മാസത്തേക്ക് കുഞ്ഞിനെ തന്റെ അടുത്ത് കിടത്തുന്നുവെങ്കിലും അമ്മയും കുഞ്ഞിനെയും കാണാൻ വരുന്ന ഒരാളെ കൊണ്ടുപോലും കുഞ്ഞിനെടുക്കാൻ പാടില്ല. ചുരുക്കി പറഞ്ഞ വിസിറ്റേഴ്സിനെ കംപ്ലീറ്റ് നിരോധിക്കണമെന്ന് അർത്ഥം. എന്താ മനസ്സിലായോ? അതിപ്പോ കാണാൻ വരുന്നവരോട് എങ്ങനെയാ വേണ്ടാന്ന് പറയാ? പറയണം. അല്ലെങ്കിൽ വിസിറ്റേഴ്സ് നോട്ട് അലൗഡ് എന്ന് പറഞ്ഞ് ഈ റൂമിന്റെ മുമ്പില് ഞാനൊരു ബോർഡങ്ങ് വെക്കും. അത് കൊള്ളാം. വേണമെങ്കിൽ ഒന്നുകൂടെ ചെയ്യാം. ഒരു ചൂരൽ വടിയായിട്ട് വരുന്നവരെ അടിച്ചോടിക്കാൻ കാവൽക്കാരന്റെ വേഷത്തില് സച്ചേണ്ണും കൂടി അവിടെ നിൽക്കുകയും ചെയ്യാം. തന്റെയും കുഞ്ഞിന്റെയും കാര്യത്തിൽ ഞാൻ ചിലപ്പോ ക്രൂരനായ കാവൽക്കാരനായെന്ന് വരും. കേട്ടാ? അല്ല, താനിവിടുന്ന് വൃന്ദാവനത്തിലേക്കാണോ പോകുന്നത് അതോ നെല്ലിശ്ശേരിയിലേക്കോ? അതൊക്കെ സച്ചേട്ടന്റെ ഇഷ്ടം പോലെ തീരുമാനിച്ചാ മതി. പക്ഷേ വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോയ അടങ്ങുന്നുള്ള വാശിയില്ല അമ്മ. തന്റെ അമ്മ എന്തായാലും വിഷമിപ്പിക്കണ്ട. കുറച്ചുനാള് വൃന്ദാവനത്തിൽ പോയി നിന്നിട്ട് വന്നാ മതി. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അത്രേ ഉള്ളൂ. അതൊക്കെ അമ്മ നോക്കിക്കോളും. ഞങ്ങള് 3 മക്കളെ പ്രസവിച്ചതും മീരെടുത്തേടെയും കാര്യമൊക്കെ നോക്കിയത് അമ്മയല്ലേ. അക്കാര്യത്തില് സച്ചേണ്ണ ഒരു ടെൻഷനും വേണ്ട. എന്തായി? പോറ്റി സാറിനെ കണ്ടോ? കണ്ടു. കാര്യങ്ങളൊക്കെ വിശദമായി സംസാരിക്കുകയും ചെയ്തു. ഫോണില് ഇതൊക്കെ സംസാരിക്കാൻ കഴിയാഞ്ഞിട്ടല്ല, പക്ഷേ ഒന്നിനൊരു തെളിവുണ്ടാവാൻ പാടില്ല. ഒരാഴ്ചക്കകം എല്ലാം റെഡിയാവും.
ചില കടലാസുകളിൽ കൂടി ഒപ്പിടാനുണ്ട്. ഉം, അദ്ദേഹം നേരിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേണ്ട. എന്നെ കാണാൻ മറ്റാരും ഇവിടേക്ക് വരണ്ട. അതെനിക്കിഷ്ടമല്ല. സാറിനോട് സംസാരിച്ചൊരു സമയം തീരുമാനിച്ചാൽ മതി. ഞാൻ അങ്ങോട്ട് ചെന്ന് അദ്ദേഹത്തെ കണ്ടോളാം. അതീവ രഹസ്യമായിട്ടാ അദ്ദേഹം കാര്യങ്ങളൊക്കെ നീക്കുന്നത്. എനിക്ക് നിന്നോട് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്താ? പോറ്റി സാറുമായി ചേർന്ന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അമ്മാവൻ ഒരു വിവരവും കൊടുത്തിട്ടില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല. ചില കാര്യങ്ങളില് അമ്മാവൻ തണുപ്പനാ. നമ്മുടെ ആവേശത്തെ ഇല്ലാതാക്കി കളയും. അമ്മാവന്റെ പഴഞ്ചൻ യുദ്ധതന്ത്രങ്ങളോട് എനിക്ക് താല്പര്യമില്ല. ഉം. അമ്മാവൻ എന്നോട് പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ ഒന്നും വിട്ടു പറഞ്ഞിട്ടില്ല. നീ അമ്മാവന്റെ ആളാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ നിനക്ക് വേണ്ടത് ഞാൻ തരും. ഞാൻ പറയുന്നത് അനുസരിച്ചാ. അമ്മാവൻ പറഞ്ഞിട്ടാണ് ഞാൻ അവന്തികയുടെ കൂടെ നിൽക്കുന്നത് എന്നുള്ള കാര്യം ശരിയാ. പക്ഷേ ഞാനിപ്പോ പൂർണ്ണമായും അവന്തികയുടെ ആള് തന്നെയാ. ആ കാര്യത്തിൽ എന്നെ പൂർണ്ണമായി വിശ്വസിക്കാം. ഒരു രഹസ്യം ഒന്നിലധികം പേര് അറിഞ്ഞാൽ തന്നെ അത് രഹസ്യമായി വെക്കാൻ സാധിക്കാറില്ല. അത് രഹസ്യമായിട്ട് നിലനിർത്തണമെങ്കിൽ ഒറ്റയാള് മാത്രമേ അതറിയാവുന്നൊരു പഴഞ്ചൊല്ലുണ്ട്. പക്ഷേ ഇതിപ്പോ നമുക്ക് 3 പേർക്കറിയാം. എനിക്കും മൂർത്തിക്കും പോറ്റി സാറിനും. ഇനി നിന്റെ നാവിൽ നിന്ന് 4-മതൊരാൾ അറിയരുത്. മനസ്സിലായോ? മനസ്സിലായി. അമ്മാവനൊരു വായ പോയ കോടാലിയാ. നമ്മുടെ രഹസ്യങ്ങളെ താങ്ങാനുള്ള ശക്തിയൊന്നും അമ്മാവനില്ല. ഇനി അങ്ങോട്ടുള്ള യാത്ര തീക്കളിയുടേതാ. അറിയാതെ പറഞ്ഞു പോകുന്നൊരു വാക്കുകൊണ്ട് പോലും നമുക്ക് തോൽവി ഉണ്ടാവും. അതുകൊണ്ടാ തൽക്കാലം അമ്മാവനോടൊന്നും പറയണ്ടെന്ന് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? അവന്തിയേക്ക് അമ്മാവനെ അത്ര വിശ്വാസം ഇല്ലല്ലേ? അമ്മാവനെന്നല്ല, ആരെ എനിക്ക് വിശ്വാസമില്ല. ഒരിക്കൽ വിശ്വസിച്ചൊരു ചതിച്ചാ പിന്നെ മരണം വരെ നമ്മൾ ആരെയും വിശ്വസിക്കില്ല. അമ്മാവൻ ചതിക്കുന്നാണോ അവന്തിക പറയുന്നത്? ഏയ്, ഒരിക്കലുമില്ല. ഞാൻ ജയിക്കുന്നത് കാണാൻ തന്നെ അമ്മാവന് ഇഷ്ടം. പക്ഷേ അമ്മാവന്റെ വാക്കുകൾ ചിലപ്പോ നമ്മളെ തോൽപ്പിക്കും. നെല്ലിശ്ശേരിയിൽ എല്ലാവരും ഇപ്പോ വലിയ സന്തോഷത്തിലാ. അർച്ചനയുടെ കുഞ്ഞിന്റെ ഭാഗ്യമാണ് നെല്ലിശ്ശേരിയിലെ പ്രധാന ചർച്ച. സന്തോഷിക്കട്ടെ. അവന്തിക തകർന്നു എന്ന് വിശ്വസിച്ച് അവര് സന്തോഷിക്കട്ടെ. പക്ഷെ തിരിച്ചടിക്കേണ്ട സമയം ഏതാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അർച്ചന ആ കുഞ്ഞുമായി നെല്ലിശ്ശേരിയിൽ എത്തുന്ന ദിവസം, അന്നായിരിക്കും നമ്മുടെ ഇനിയുള്ള യുദ്ധത്തിന്റെ തുടക്കം കുറിക്കുന്നത്. അതിനു മുമ്പ് എനിക്ക് ആ തന്തയൊന്ന് വിളിക്കണം. നെല്ലിശ്ശേരിയിലെ പ്രിയപ്പെട്ട എന്റെ അമ്മായി അച്ഛനെ.